ഇതാരപ്പ ഇത്രയും രാവിലെ, അതും കാറില്? മീനാക്ഷി. ഇവളോ? ഇവളെന്താ ഇവിടെ? ആരാ മോളെ? മീനാക്ഷി അമ്മ. അവള് മാത്രമല്ല, അമ്മാവനും ഉണ്ട്. കാര്യം എന്റെ ആങ്ങളയുടെ മകളൊക്കെ തന്നെ. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല, ഇവളെപ്പോലൊരു അഹങ്കാരം പിടിച്ചൊരു പെണ്ണ്. ഇവൾ ആ മനുവിന്റെ അനിയത്തി തന്നെയാണോ എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. താനൊന്ന് അടങ്ങടോ, അവരെന്തിനാ വന്നതെന്ന് അറിയട്ടെ. ഓ, ഇന്നലെ തുള്ളിയതിന്റെ ബാക്കി തൊള്ള വന്നതായിരിക്കും. നാശം പിടിക്കും. അങ്ങേരെവിടെ? എന്റെ കെട്ടിയോനെന്ന് പറഞ്ഞ സാധനം മറപ്പെണ്ണെ കെട്ടാൻ പറ്റാത്ത എന്റെ ദുഃഖത്തിലാവും. പാവം. ആ അളിയ, ഇതെന്താ ഇത്ര രാവിലെ? വീട്ടിലിരുന്നിട്ട് ഒരു സമാധാനവും ഇല്ല, അതുകൊണ്ട് വന്നതാ ഞാൻ. അളിയൻ ജയനെയും നിമ്മയും കൂടി ഒന്ന് വിളിക്കുവോ? എന്താ അളിയ, എന്തിനാ അവര് വിളിക്കുന്നേ? ഇതെന്താ മുഖം വല്ലാതെ? ഞാൻ എല്ലാം പറയാം അളിയ, അവരൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ. നിരൂപേ, നീ ചെന്ന് നിമ്മയും ജയനെയും വിളിച്ചോണ്ട് വന്നേ. ആ, ഇപ്പൊ വിളിച്ചോണ്ട് വരാ അച്ഛാ. അല്ല, മീനാക്ഷി മോളെന്താ അവിടെ തന്നെ നിക്കുന്നേ? ഇങ്ങ് കേറി വാ. വേണ്ടമ്മായി, ഞാനിവിടെ നിന്നോളാം. ഇവക്കിതെന്താ പറ്റിയേ? ഒരുമാതിരി വെള്ളത്തിൽ വീണൊക്കെ ഒഴിയെ പോലെ. അവൾ അവിടെ നിക്കട്ടെ സീമ. അശ്രീകരം, ഇതുപോലെ ഒന്നിനാണല്ലോ ദൈവം ഞങ്ങൾക്ക് തന്നത്. അളിയ, എന്താ ഇത്? മോളോട് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അളിയൻ അറിയില്ല ഇവളീ കല്യാണത്തിന്റെ ഇടയിൽ കാണിച്ചു കൂട്ടിയത്. ആ, ജയനും നിമ്മിയും വന്നല്ലോ. എന്താടാ ജീവ നീ വിളിപ്പിച്ചത്? ഞാനല്ലടാ, അളിയനാ നിങ്ങളെ വിളിപ്പിക്കാൻ പറഞ്ഞത്. എന്താ കാര്യം? ജയ, ജീവ, ഇന്നലെ പെട്ടെന്ന് ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. എന്നോട് ക്ഷമിക്കണം. സത്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ചെയ്തതെല്ലാം ശരിയാണെന്ന് എനിക്ക് തോന്നി. നിങ്ങളുടെ ഭാഗത്ത് ഞാനാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യൂ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കല്യാണത്തിന്റെ തലേന്ന് ഇവിടെ നടന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരി എന്റെ മോള. അവളാ സിദ്ധാർത്ഥിനെ വീട്ടിൽ വിളിച്ച് കുക്കുമൊക്കെ എന്തോ അസുഖം ഉണ്ടെന്ന് പറഞ്ഞത്. ഞാനിത് അറിഞ്ഞത് ഇന്നലെ വീട്ടിൽ ചെന്നപ്പോഴാ. കൊടുത്ത് ഞാൻ ഇവക്കിട്ട് 4 എണ്ണം. അമ്മാവ, ഇത് ഞങ്ങൾ അറിഞ്ഞതാ ഇന്നലെ തന്നെ. സിദ്ധാർത്ഥിന്റെ അമ്മാവിന്റെ മോള് നന്ദന കുക്കുവിനെ വിളിച്ചെല്ലാം പറഞ്ഞിരുന്നു. എന്നിട്ട് എന്താ നിങ്ങൾ ഞങ്ങളോടൊന്നും പറയാതിരുന്നത്? അത് ഓൾറെഡി ഒരു വഴക്ക് കഴിഞ്ഞിരിക്കുകയല്ലേ, അതിന്റെ ഇടയിൽ ഒന്നുകൂടെ വേണ്ടാന്ന് കരുതി. ഞാൻ എന്താ അളിയാ വേണ്ടത്? ഇങ്ങനെ ഒരെണ്ണത്തിന് ആയിപ്പോയി ഞങ്ങൾ ജനിപ്പിച്ചത്. ഡി, ചെന്ന് കൃത്തികമ്മോടും ജയനോടും നിമ്മയോടൊക്കെ മാപ്പ് പറ. അങ്കിൾ, ആന്റി, എന്നോട് ക്ഷമിക്കണം. ഞാൻ അറിയാതെ. ആ പോട്ടെ, മോളൊരു തമാശ കാണിച്ചു, ഞങ്ങളത് അങ്ങനെ എടുത്തോളൂ. പോട്ടെ, സാരമില്ല, മോൾ കരയണ്ട. അതെ മോളെ, കുറച്ച് തീ തിന്നെങ്കിലും എല്ലാം അവസാനം ഭംഗിയായി തീർന്നല്ലോ. ആന്റി, പക്ഷേ എന്റെ പൊന്നെ, ഓസ്കാർ ലെവൽ അഭിനയമാണല്ലോ. ആരെങ്കിലും ഒരു നോമിനേഷൻ കൊടുക്ക് പാവത്തിന്. ഇത് സിൻസിയർ ആയിട്ടുള്ള മാപ്പ് പറച്ചിലൊന്നും അല്ല, വേറെ എന്തോ അവള് മനസ്സിൽ കരുതിയിട്ടുണ്ട്. ഇനി കുക്കുവിനെ അപകടപ്പെടുത്താമല്ലോ. ഇല്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. കുക്കു, എന്താ മീനാക്ഷി? കൊച്ചില് മുതല് എല്ലാരും പറഞ്ഞു നരജനേട്ട എന്റേതാ എന്ന് ഞാൻ സ്വയം അങ്ങ് കരുതി. പെട്ടെന്ന് നഷ്ടപ്പെട്ടു എന്ന് ഓർത്തപ്പോ സഹിക്കാൻ പറ്റില്ല. അതാ ഞാൻ അങ്ങനെയൊക്കെ. അയ്യേ, കരയാതെ മീനാക്ഷി. നീങ്ങ വന്നേ, നമുക്ക് അങ്ങോട്ട് മാറി എന്ന് സംസാരിക്കാം. നീങ്ങ വാ. പക്ഷെ കരയില്ലേ മീനാക്ഷി? ഇവക്കെന്താ ഏട്ടത്തി പറ്റി? ഡാനിയൻകുട്ടാ, മീനാക്ഷി ഇവിടെ കിടന്ന് ഇത്രയും ഷോ ഇറക്കിയതല്ലേ, ഒരു ചെറിയ അവാർഡെങ്കിലും കൊടുത്തു വിട്ടില്ലെങ്കിൽ മോശമല്ലേ? അത് ഞാൻ നിന്റെ വക നീയും കൊടുത്തോ ഒരു പതക്കം? കൊടുക്കണം. ആദ്യം അവള് കൊടുക്കട്ടെ, നമുക്ക് ഷോ കാണാം. അയ്യേ, കരയില്ലേ മീനാക്ഷി? എന്താടി കൊച്ചുകുട്ടികളെ പോലെ? ഡിഗോപ്പേ, നിർത്തിക്കോ നിന്റെ അഭിനയം. തീരെ പോരാ, ഭയങ്കര പോറ്. അപ്പോ നിനക്ക് മനസ്സിലായല്ലോ. പിന്നെ നിന്റെ പട്ടി ഷോ കാണാൻ തുടങ്ങിയിട്ട് നാളെ കുറെ ആയല്ലോ. അതുകൊണ്ട് ഭഗവതിയുടെ ആഗമന ഉദ്ദേശം എന്താന്ന് അറിയിച്ചിട്ട് വേഗം സ്ഥലം വിടാൻ നോക്ക്. വേറൊന്നുമില്ല, നിന്റെ സർവനാശം. അതേ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. ഓഹോ, എങ്ങനെയാണാവോ നശിപ്പിക്കാൻ പോകുന്നത്? തപസ് ചെയ്ത് വരം വല്ലതും വാങ്ങിച്ചിട്ടുണ്ടോ? അതൊക്കെ നീ കാത്തിരുന്ന് കണ്ടോ. ചെറുപ്പം മുതൽ എല്ലാരും കൂടി പറഞ്ഞു മോഹിപ്പിച്ചതാ നിരഞ്ജൻ എന്റേതാണെന്ന്. ആഹാ, അപ്പൊ 10ൽ വെച്ച് ശ്രീരാഗ്, +2 വെച്ച് അമീർ, ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ വെച്ച് ക്രിസ്റ്റി, അവരെയൊക്കെ നീ മോഹിച്ചതോ? അതോ നീ അവരെയൊക്കെ അങ്ങ് മറന്നുപോയോ? അതൊക്കെ പിന്നെ ആ സമയത്തെ തോന്നലുകളല്ലേ. ഇപ്പൊ എന്റെ മനസ്സിൽ നിരഞ്ജനേട്ടൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ഏട്ടന്റെ മനസ്സിൽ ഇപ്പൊ ഒരാളേ ഉള്ളൂ, ഒരു പെണ്ണേ ഉള്ളൂ. ഓ, നീയാണെന്നായിരിക്കും. നീ കയ്യും കാലും കാണിച്ച് വളച്ചെടുത്തതല്ലേ എന്റെ ഏട്ടനെ, എന്നോടുള്ള ദേഷ്യത്തിന്. പിന്നെ കണ്ണും കൈയും കാണിച്ച് വളച്ചെടുക്കാൻ ഞാനിവിടെ ബ്യൂട്ടി ടിപ്സ് ചാനലല്ലേ നടത്തുന്നത്. പിന്നെ അങ്ങേരെന്റെ കണ്ണും കൈയും മാത്രമല്ല, എന്റെ ചുണ്ടും മെയ്യും മനസ്സും എല്ലാം ഇന്നലെ ശരിക്കും കണ്ട്. ഇന്നലെ ആയിരുന്നല്ലേ ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ്. എന്തായിരുന്നു പുള്ളിയുടെ ഒരു പെർഫോമൻസ്! എനിക്കാണെങ്കിൽ ഉറക്കക്ഷീണം പോയിട്ടില്ല. അല്ല, ഉറങ്ങാൻ സമ്മതിച്ചു
ചോദിച്ചിട്ട് വേണ്ടേ? നീ ചുമ്മാ അനാവശ്യം പറയരുത്. ഒന്ന് പോ എന്റെ മീനാക്ഷി, ഇതൊക്കെ ആവശ്യങ്ങളല്ലേ, ഇതൊക്കെ എങ്ങനെ അനാവശ്യമാവുന്നത്? കേട്ട് കഴിയുമ്പോ നിനക്ക് മനസ്സിലാവും. നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഈ പറഞ്ഞതിനും എന്നോട് ചെയ്തതിനെല്ലാം ഞാൻ കണക്ക് ചോദിക്കും. സോറി, ഞാൻ കണക്കിന് വീക്കാണ്. ഹിസ്റ്ററി ആൻഡ് ബയോളജി അതിൽ ഞാൻ സൂപ്പർ. നീ കൂടുതൽ കിടന്ന് തിളക്കണ്ട. ഇതധികം നാളുണ്ടാവില്ല, കൂടിപ്പോയ 1 വർഷം. അതിനുള്ളിൽ നിരഞ്ജനേട്ടൻ എന്റേതായി മാറും. നീ നോക്കിക്കോ, അതിന് ഞാൻ ഏതറ്റം വരെയും പോകും. ആയിക്കോട്ടെ, ദാ അതാണ് വഴി. പോകുമ്പോ ഗേറ്റടക്കണേ. പിന്നെ നിരഞ്ജനേട്ടൻ അങ്ങേരെ എന്നെ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മരിക്കും വരെ ഈ താലി എന്റെ കഴുത്തിൽ കാണും. പിന്നെ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നേക്ക് നീ അങ്ങ് ചെയ്യും. ഞാനൊന്ന് കാണട്ടെ. നിന്നെ ഞാൻ ഇട്ടാ രംഗം വഷളായി. ഞാൻ പോയി കട്ടൻ തേച്ചും വരാം. കുക്കുവാവേ. വാവയോ? ദാ നിരഞ്ജ പൊട്ടാ, നീ അവിടെ വാവയെന്ന് വിളിക്കണ്ട, ഞാൻ വിളിച്ചോളാം. ഓ ഇവൻ ഇന്ന് ഞാൻ. നീ ഇവിടെ നിൽക്കുവാണോ? വന്നേ ഏട്ടന്റെ ഫുഡ് എടുത്ത് വെച്ച് ഹോസ്പിറ്റലിൽ പോകാൻ ടൈമായി. വാ ഇങ്ങോട്ട്. ആ മുത്തേ വാ. വരുവോ? ഇങ്ങർക്ക് വട്ടായോ? നോക്കിക്കോ കുക്കു, നിന്നെ ഞാനൊരു വർഷത്തിൽ കൂടുതലൂടെ വാഴാൻ അനുവദിക്കില്ല. എന്റെ നിരഞ്ജനെ വാവേനെ ദ്രോഹിക്കാൻ നീ ഇറങ്ങി പുറപ്പെട്ട പിന്നെ നിന്നെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ഡോ, എന്റെ ദേഹത്തുനിന്ന് കൈയെടുക്കണോ? ആരോടോ തന്റെ വാവ? മേലിൽ എന്നെ അങ്ങനെ വിളിച്ചു പോകരുത്. താനെന്നല്ല ആരും എന്നെ വാവയെന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഈ തൊട്ടുള്ള ആക്ടിങ് അതൊന്നും വേണ്ട, കേട്ടല്ലോ? ഓ ഇല്ലേ, രംഗം വഷളാവും എന്ന് തോന്നിയപ്പോ കേറി ഇടപെട്ടു പോയതാ, ക്ഷമി. ഹലോ മായ. ഡോക്ടർ, പേഷ്യൻസ് കുറച്ച് കൂടുതലാണ്. എനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഡോക്ടർ ഒന്ന് വേഗം വന്നിരുന്നെങ്കിൽ. ആ ഓക്കെ, ഞാൻ ദേ വരുന്നു. അച്ഛാ അമ്മേ, എനിക്ക് ഹോസ്പിറ്റലിൽ അത്യാവശ്യമായിട്ട് എത്തണം, വൈകിട്ട് കാണാം. ഡാ, നിനക്ക് ഭക്ഷണം വേണ്ടേ? ഞാൻ ക്യാൻറ്റീനിൽ കഴിച്ചോളാം അമ്മേ. കുക്കു, ഞാൻ പോവുകയാണേ. താൻ എങ്ങോട്ടാന്ന് വെച്ചപ്പോ എനിക്കെന്താ? പോയിട്ട് വരാട്ടോ. എന്താ ഇവിടെ ഇപ്പൊ നടന്നേ? അയ്യേ, ഇയാൾ എന്താ ഈ കാണിച്ചത്? മനുഷ്യനെ നാണം കിടത്താനായിട്ട്, അതും എല്ലാരുടെ മുന്നിൽ വെച്ച്. മിഷൻ സക്സസ്. കുക്കുവേ, അനിയൻകുട്ടൻ കെട്ട റൊമാൻറ്റിക് ആണല്ലോ. ഇത് അങ്ങേര് മനഃപൂർവ്വം എന്നെ നാറ്റിക്കാൻ വേണ്ടി ചെയ്തതാ. സയൻസ് പറയുന്നതനുസരിച്ച് പുറത്തു പോകുമ്പോൾ ഭാര്യയ്ക്ക് നെറ്റിൽ കിസ് കൊടുത്തിട്ട് പോയാൽ ഭർത്താവിന് ആയുസ് കൂടും എന്നാണ്. അത് പറഞ്ഞവനെ ഒന്ന് കാണാൻ പറ്റോ? എന്തിനാ കുക്കു? അവന്റെ തല തല്ലി പൊളിക്കാനാ? ഓരോന്നായിട്ട് ഇറങ്ങിക്കോളും. കുക്കുമോളെ ചെല്ല്, നിരഞ്ജമോനെ യാത്ര ആക്കിട്ടോ. അയ്യടാ, യാത്ര അയക്കാൻ അയാൾ എന്താ അതിർത്തിയിൽ യുദ്ധത്തിന് പോവാണോ? കുക്കുമോളെ. ആ പോവാമേ. നിരഞ്ജനേട്ടാ വാ. കൊല്ലാനാണോ വളർത്താനാണോ ആവോ. എല്ലാം എടുത്തോ? എടുത്തു. നീ പുറത്തു പോകണമെന്ന് പറഞ്ഞില്ലേ, ക്യാഷ് വല്ലതും വേണോ? വേണ്ട. പിന്നെ ദയവ് ചെയ്ത് കണ്ടാമാന്റെ കൂടെ കറങ്ങാനൊന്നും പോയേക്കരുത്. എനിക്ക് കുറച്ച് നിലയും വിലയൊക്കെ ഉള്ളതാ. തന്റെ നിലയും വിലയും ഞാൻ പലവട്ടം അറിഞ്ഞതാ ഉമ്മച്ചൻ. അതെനിക്കൊരു കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, വേഗം പോകാൻ നോക്ക്. ആ വേഗം പൊയ്ക്കോ കേട്ടാ, അവിടെ പേഷ്യൻസ് കാത്തിരിക്കുവല്ലേ. കൂടുതൽ ഓവർ എക്സ്പ്രഷൻ ഇട്ട് ചളാക്കണ്ട, കേറിപ്പൊയ്ക്കോ. ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് പോലുമില്ല. പിന്നെ ഞാനെന്തിനാ ഇവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കുന്നത്? അല്ല, അങ്ങേര് തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ എനിക്കെന്താ? പോകാൻ പറ. ഒന്ന് തിരിഞ്ഞു നോക്കിയാലോ? അവളിവിടെ നിൽപ്പുണ്ടോന്ന്? വേണ്ട, വെറുതെ. എന്നാലും ഒന്ന് നോക്കിയാലോ? ഓ പിന്നെ തിരിഞ്ഞു നോക്കാൻ അവളാര്? എന്റെ കെട്ടിയോളോ? പേര് എന്റെ ഭാര്യ, അത്രേ ഉള്ളൂ. ഓ, ഈ രണ്ടെണ്ണത്തിനെയും കൊണ്ട് ഞാൻ തോറ്റു. ഇതൊരു നടക്ക് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഒരാൾക്ക് പ്രാണവേദന, മറ്റൊരാൾക്ക് വീണവായന. ഓഹ്, ഇതുങ്ങളെയൊക്കെ ഞാൻ എന്ത് ചെയ്യാനാണാവോ എന്തോ. നിരൂപേട്ടാ, എന്തായാലും നമ്മുടെ പ്ലാൻ നടന്നു. ഇവര് രണ്ടും കൂടി എന്താണാവോ ഈ പറയുന്നത്? അതുറപ്പല്ലേ മീനാക്ഷി കൊക്കുവിനോട് വഴക്കിടുന്നത്. ഇനി ഇവക്ക് ശരിക്കും വല്ല മാനസാന്തരവും വന്നോ ഏട്ടത്തി? ആർക്കറിയാം മോനെ നിരഞ്ജ, അവളെ ഒന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. ഡാ, നീ പോകുന്നതിന് മുമ്പേ കൊക്കുവിനൊരു ഉമ്മ കൊടുക്ക്, എല്ലാവരുടെ മുന്നിൽ വെച്ച്. എന്തിന്? ഒന്ന് പോയ ഏട്ടാ. ഡാ, മീനാക്ഷിയുടെ ഉള്ളിൽ എന്താണെന്ന് ആ കിസിലൂടെ അറിയാൻ പറ്റും. അതെന്താ ഏട്ടൻ ആ കിസിലെ ലാബ് ടെസ്റ്റ് നടത്തി കണ്ടുപിടിക്കോ? ഓ, ഇവനെ കൊണ്ട്. ഡാ, അവളുടെ ഉദ്ദേശം അറിയാലോ. അയ്യടാ, അങ്ങനെ ഇപ്പൊ എനിക്കത് അറിയണ്ട. അതും അവളെ കിസ് ചെയ്തോണ്ട് വേണ്ട, ഇമ്പോസിബിൾ. ആ അല്ലേലും കുക്കുവിന് എന്ത് പറ്റിയാലും നിനക്കൊന്നുമില്ലല്ലോ. അവള് നിന്റെ ആരും അല്ലല്ലോ, എന്റെ അനിയത്തിയായി പോയില്ലേ. ഏട്ടത്തി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഏയ് ഒന്നുമില്ല. ആ മീനാക്ഷി എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല.
കുക്കുവിനോട് അവളിപ്പോ കാണിക്കുന്നത് കള്ള സ്നേഹമാണെന്ന് അറിഞ്ഞ അറ്റ്ലീസ്റ്റ് അലേർട്ടായിട്ടെങ്കിലും നമുക്ക് ഇരിക്കായിരുന്നു. ഏട്ടാ ഞാനിപ്പോ വരാം, രംഗം വഷളായി തുടങ്ങി. അവൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ചെറുക്കം പൊളിച്ചടുക്കി. നിങ്ങളുടെ അല്ലേ അനിയൻ? ഓഹോ, അപ്പൊ ഞാൻ മോശമാകില്ല എന്നല്ലേ? വാ, അമ്മാവനും മോളും പോകാൻ നിൽക്കുക. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ അളിയാ. നേരെ ഇനി ഹോസ്പിറ്റലിലോട്ട് പോണം. കുക്കു ഇന്ന് കോളേജിൽ വരില്ലേ? അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട്. ആ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. എന്നാലും ഈ മീനാക്ഷിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നല്ല ദേഷ്യം തോന്നിയതാ എനിക്ക്. പിന്നെ അവള് കാരണമാണല്ലോ വലിയൊരു സന്തോഷം കിട്ടിയത് എന്നോർത്തപ്പം ഞാൻ എന്നെ തന്നെ അടക്കി അങ്ങ് നിർത്തിയതാ. നിങ്ങൾ ഫുഡ് കഴിച്ചോ? ഇല്ലെങ്കിൽ വാ, നമുക്ക് ഒന്നിച്ച് കഴിക്കാടാ. ഇല്ലടാ, ഞങ്ങളുടെ സമയം ആവുന്നതേ ഉള്ളൂ, നിങ്ങൾ കഴിക്ക്. ദേ മക്കളെ, വൈകിട്ട് വിരുന്നിന് 4 പേരും കൂടി അങ്ങോട്ട് വരണേ. കുമാളെ, നരഞ്ജനെ മോളെ വിളിച്ച് പറഞ്ഞേക്കണേ. എങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ. കല്യാണം കഴിഞ്ഞപ്പോൾ വീട് മുഴുവൻ ആകെ കുളമായി കിടക്കുക. പോയി ശരിയാക്കട്ടെ. സീമേ, സ്മൃതി ഫുഡ് കഴിക്കാൻ നല്ല മടിയുള്ള കൂട്ടത്തിലാ. നീ കുത്തിയിരുത്തി അവളെ കഴിപ്പിച്ചോട്ടോ. അക്കാര്യം ഞാൻ ഏറ്റു നിമ്മിയമ്മേ. കുക്കുമോളെ, വാ, വന്നിരുന്ന് കഴിക്ക്. അല്ല, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എല്ലാരും മറന്നോ? നിങ്ങളുടെ ഹണിമൂൺ എന്നത്തേക്കാ എല്ലാരും കൂടി പോകുന്നേ? അച്ഛാ, എന്റെയും സ്മൃതിയുടെയും കാര്യം ഓക്കെയാണ്. പക്ഷേ നരഞ്ജൻ എന്റെ കൂടെ നിരഞ്ജൻ ഏട്ടൻ എങ്ങോട്ടും വരില്ല അച്ഛാ. ഏട്ടൻ ഈ കല്യാണം കൂടി പിടിച്ചിട്ടില്ല, പിന്നെ ഹണിമൂൺ. എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടി ആ മനുഷ്യൻ എന്തോ ത്യാഗം ചെയ്തു, അത്രേ ഉള്ളൂ. എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ അങ്ങ് തീരും. അച്ഛൻ എവിടെയെങ്കിലും പോകുന്നുണ്ടോ ഇന്ന്? ഉണ്ട് മോളെ, ഹോസ്പിറ്റലിൽ വരെ പോണം. എന്താ, മോക്ക് എന്തെങ്കിലും വാങ്ങണോ? ഏയ്, എനിക്കൊന്നും വേണ്ട. എന്നെ ഒന്ന് കോളേജ് ജംഗ്ഷനിൽ ഡ്രോപ്പ് ചെയ്യോ? അതിനെന്താ, മോള് വേഗം പോയി റെഡി ആയിട്ട് വാ, നമുക്ക് ഒന്നിച്ചു പോകാം. ഓ, ഏത് നേരത്താണോ എന്തോ അവളെയും കിസിയിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോരാൻ തോന്നിയത്. ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തോന്നിയില്ലല്ലോ എനിക്ക്. എല്ലാവരും എന്ത് വിചാരിച്ചു കാണുമോ എന്തോ. ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ അവളുടെ വായിരിക്കുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരുമല്ലോ. നരഞ്ജ, നീ എന്തൊക്കെയാ ഈ കാട്ടിക്കൂട്ടുന്നത്? ഹലോ നരഞ്ജ. ഹലോ മനു, പറയടാ. എടാ, ഞാനൊരു അത്യാവശ്യ കാര്യം പറയാനാ വിളിച്ചത്. എന്താടാ? എടാ, നീ കാനഡയ്ക്ക് പോയ സമയത്ത് മാധുരിക്കൊപ്പം ആരോ ഒരാൾ ആ ഫ്ലാറ്റിൽ താമസിച്ചിരുന്നു എന്നൊരു സൂചന കിട്ടിയിട്ടുണ്ട്. ആളാരാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. മാധുരി മരിച്ച ശേഷം ആ ഫ്ലാറ്റിലേക്ക് അയാൾ തിരികെ വന്നിട്ടുമില്ല. അതാരാ ഇപ്പോൾ അവളുടെ കൂടെ? ഒരു പക്ഷേ അവളുടെ ഫ്രണ്ടോ കസിനോ അങ്ങനെ ആരെങ്കിലും ആവാം. അയാളെ കണ്ടുപിടിച്ചാൽ നമുക്കൊരു പക്ഷേ നിർണായകമായ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടാതിരിക്കില്ല. ഇനി അതൊരു സസ്പെക്റ്റ് ആണെങ്കിൽ ആ പോസിബിലിറ്റിയും തള്ളിക്കളയാൻ പറ്റില്ല. എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമെന്ന്. ഓക്കേടാ. പിന്നെ നിരൂപേട്ടൻ്റെ വിവാഹം കഴിഞ്ഞല്ലേ? നിന്റെ മാക്കർ കുഞ്ഞ് പോയല്ലേ വിവാഹം കഴിഞ്ഞ്? കഴിഞ്ഞടാ. നിങ്ങളുടെ വഴക്കിൻ്റെ കഥയൊക്കെ കേട്ടപ്പോൾ ഞാൻ ഓർത്തു ആ കുട്ടിക്ക് നിന്നോട് എന്തെങ്കിലും ഇഷ്ടം ഉണ്ടാവുമെന്ന്. ഇഷ്ടമല്ല, കഷ്ടം. ഒന്ന് വെച്ചിട്ട് പോയടാ പോലീസുകാരാ, എനിക്കിവിടെ പേഷ്യൻസ് ഉണ്ട്. ഞാൻ പോയേക്കുവാണേ. ഡോക്ടർ സാറിൻ്റെ പണി നടക്കട്ടെ, ഇടയ്ക്ക് വിളിക്കണ്ട. ശരിയടാ എന്നാ. മധു, നിന്നെ ഞാൻ മറന്നിട്ടില്ല. അതിനെനിക്ക് സാധിക്കുകയില്ല. നിനക്ക് വേണ്ടിയുള്ള എൻ്റെ യുദ്ധം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ എന്തിനാണാവോ ഇങ്ങോട്ട് വന്നത്, അത് പൂർത്തിയാക്കാതെ ഞാൻ തിരിച്ചു പോകില്ല. നിനക്ക് എന്താ പറ്റിയതെന്നുള്ള സത്യാവസ്ഥ എനിക്കറിയണം. അതിന് ഞാൻ എന്തും ചെയ്യും. ഡോക്ടർ, മേ ഐ? യെസ്. കഴിഞ്ഞ ദിവസം ഡെലിവറി കഴിഞ്ഞ ആ പ്രിയ എന്ന് പറയുന്ന കുട്ടിയും അതിന്റെ അമ്മയും പുറത്തു നിൽപ്പുണ്ട്. അവർക്ക് ഡോക്ടറിനെ ഒന്ന് കാണണമെന്ന്. ഓക്കെ, വരാൻ പറയൂ. അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ഡോക്ടറെ. വാ വാ, ഇരിക്ക്. ഞങ്ങൾ ഇന്ന് ഡിസ്ചാർജായി. ആണോ? ഞാൻ തിരക്കിനിടയിൽ വിട്ടുപോയി. പ്രിയക്കിപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല ഡോക്ടറെ. ഒരാഴ്ച കഴിഞ്ഞ് വന്ന് സ്റ്റിച്ച് റിമൂവ് ചെയ്യണം കേട്ടോ. പിന്നെ കുളിക്കണ്ട. കോംപ്ലിക്കേറ്റഡ് ഡെലിവറി ആയിരുന്നുകൊണ്ട് ചിലപ്പോൾ മുറിവ് പഴിക്കാൻ ചാൻസ് ഉണ്ട് വെള്ളം വീണാല്. ശരി ഡോക്ടറെ. പിന്നെ ഡോക്ടറെ, അന്ന് ഡോക്ടറിന്റെ കൂടെ ഒരു പെങ്കൊച്ചില്ലായിരുന്നോ? ആ കുട്ടിയെ ഡോക്ടർക്ക് അറിയോ? നിങ്ങൾ ഒന്നിച്ച് കാറി കയറി പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. അറിയും. കുക്കു, ഐ മീൻ കൃതിക. മോളെ ഞങ്ങൾക്കറിയും. എൻ്റെ മോളുടെ കൂടെ പഠിച്ചതാ. അന്ന് മോളുടെ പ്രസവം കഴിഞ്ഞപ്പോൾ ആ മോള് എനിക്കൊരു വളയും മോതിരം തന്നിരുന്നു ആശുപത്രിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അതിൻ്റെ ആവശ്യം വേണ്ടി വന്നില്ല. ഡോക്ടർ പറഞ്ഞിട്ട് ഇവിടെ ഒരുപാട് പൈസ ഞങ്ങൾക്ക് ഇളവ് ചെയ്ത് തന്നു. അതുകൊണ്ട് ഈ വളയും മോതിരം ആ മോക്ക് തിരികെ കൊടുത്തേക്കോ? അതിപ്പോ ഞാൻ എങ്ങനെ?
ആ മോള് ഒരു പാവ. ഇപ്പം തന്നെ ഞങ്ങളെ ഒരുപാട് സഹായിച്ചു. അത് ഇനിയും അതിനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വയ്യ. ഞാൻ ഇന്നലെ അതിൻ്റെ വീട്ടിൽ പോയായിരുന്നു. അപ്പോഴാ കല്യാണമാണെന്ന് അറിഞ്ഞത്. ഡോക്ടർ ആ കുട്ടിയെ അറിയാമെങ്കിൽ ഇതൊന്ന് കൊടുത്തേക്കോ? കുക്കുവിനെ എനിക്കറിയാം, വീടും അറിയാം. പക്ഷേ ഇത് ഞാൻ കൊടുക്കില്ല. അതെന്താ ഡോക്ടറെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്. അവളുടെ ഭർത്താവ് സമ്മതിക്കില്ല. ആരാ കുക്കുവിൻ്റെ ഹസ്ബൻഡ്? ഞാൻ തന്നെയാ അവളുടെ ഭർത്താവ്. അതുകൊണ്ട് ഞാനിത് വാങ്ങില്ല. കുക്കു എന്നോടെല്ലാം പറഞ്ഞിരുന്നു. അതാ നിങ്ങൾക്ക് ബില്ല് കുറച്ചിട്ടതും. പിന്നെ ഈ വളയോ മോതിരവും ഞാൻ അവൾക്ക് വേറെ വാങ്ങിച്ചു കൊടുത്തോളാം. ഇനി അങ്ങോട്ട് ഒരുപാട് ആവശ്യങ്ങളുള്ളതല്ലേ. ഇത് കയ്യിൽ വെച്ചോ. അപ്പോ സാറാണോ കുക്കുവിനെ? അതേടോ പ്രിയ. തങ്കം പോലത്തെ കൊച്ച സാറേ. ഇപ്പൊ ആ കുഞ്ഞിനെ പോലുള്ള കുട്ടികളെ കാണാൻ കിട്ടില്ല. ഒരു പഞ്ചപാവ. അതില്ലായിരുന്നെങ്കിൽ ഞാനും എൻ്റെ മോളും. ഏയ് കരയാതമ്മേ, എനിക്കെല്ലാം അറിയാം. പ്രിയ സംഭവിച്ചതൊക്കെ സംഭവിച്ചു. അതൊക്കെ മറന്ന് കുഞ്ഞിനോടൊപ്പം ഒരു പുതിയ ജീവിതം തുടങ്ങണം. ശരി ഡോക്ടറെ. ഡോക്ടറെ, അപ്പോൾ ഈ വള ഇത് കയ്യിൽ വെച്ചോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കണ്ട. ശരി മോനെ, നിങ്ങൾക്ക് രണ്ടാൾക്കും നല്ലത് വരട്ടെ. എന്നാ ഞങ്ങൾ അങ്ങോട്ട്. ആയിക്കോട്ടെ. കുക്കു, നീ എന്താ ഇങ്ങനെ? എത്രയൊക്കെ ഞാൻ വെറുക്കാൻ ശ്രമിക്കുന്നു, അതിന്റെ 100 മടങ്ങ് ശക്തിയോടെ നീ എനിക്ക് ചുറ്റുകളുടെ ഹൃദയം കീഴടക്കുവാണല്ലോ. എന്റേതൊഴികെ. നീ ശരിക്കും എന്താ ഇങ്ങനെ? എൻ്റെ ഉള്ളിൽ ഇപ്പൊ നുറഞ്ഞു പൊന്തുന്ന ഒരു അഗ്നിപർവ്വതാണ് നീ. അത് തണുക്കണമെങ്കിൽ ഒരു വലിയ പേമാരി തന്നെ പെയ്തേ പറ്റൂ. മോളെ, നീ നിരഞ്ജനെ വിളിച്ച് വൈകുന്നേരം വിരുന്നിന് വരണമെന്ന് പറഞ്ഞായിരുന്നോ? അയ്യോ, ഞാൻ മറന്നുപോയി. ആണോ? എന്നാ അച്ഛൻ വിളിച്ച് പറഞ്ഞോളാം. മോള് വിളിക്കണ്ട. ശരി അച്ഛാ, ഞാൻ പോവുകയാണേ. അച്ഛൻ വെയിറ്റ് ചെയ്യണോ മോളെ? വേണ്ട അച്ഛാ, ഞാനെല്ലാം കൊടുത്തിട്ട് അങ്ങ് വന്നോളാം. ആ, എങ്കിൽ ഞാൻ പോവുകയാണേ മോളെ. ഹോ, ഭാഗ്യം. അച്ഛൻ വിളിച്ചോളല്ലോ ആ മഴപ്പാറ്റേന്. നമ്പർ പോലും ഇല്ലാതെ ഞാൻ എങ്ങനെ വിളിക്കാനാ? അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ പോകണം. മെഡിക്കൽ റിപ്പോർട്ട്സ് ഒക്കെ വീട്ടിലാണ്. അത് പിന്നെ കൊണ്ട് കൊടുക്കാം സൂരജ് ഡോക്ടറിന്. 2 ദിവസമായിട്ട് നല്ല പെയിൻ ഉണ്ട്, കൂട്ടത്തില് ജലദോഷം. എന്തായാലും ഡോക്ടറിനെ കണ്ടേ പറ്റൂ. ഏട്ടാ, എങ്ങനെയാ ഹണിമൂണിന്റെ കാര്യം? താൻ കണ്ടതല്ലേ? നിരഞ്ജ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് തന്നെയല്ലേ കല്യാണത്തിന്റെ സമയത്ത് നമ്മൾ കണ്ടത്. എന്നിട്ടെന്തായി? അതൊക്കെ ശരിയാ, പക്ഷേ ഇതും ശരിയാക്കണം. തലനിറയെ കുരുട്ട് ബുദ്ധിയല്ലേ, ഒന്നെടുത്ത് പുകച്ചു നോക്ക്. അല്ല, ഇപ്പോ ഹണിമൂണിന് പോകുന്നതിന് എന്നെക്കാളും താല്പര്യം നിനക്കാണല്ലോ. എന്താ സ്മൃതി മോളെ? അത് പിന്നെ സൗത്ത് കൊറിയക്ക് പോകുക എന്നുള്ളത് എന്റെ കുക്കുവിന്റെ വലിയ ആഗ്രഹം. എത്ര കെ ഡ്രാമകൾ, കെ പോപ്പ് സോങ്സ്, ഐഡൽ, മേക്കപ്പ്, ഫുഡ്, അങ്ങനെ എന്തോരം കൊതിച്ചിട്ടുണ്ടെന്ന് അറിയോ? പിന്നെ എന്റെ ജിമിനേട്ടനും. ജിമിനേട്ടനോ? അതാരാ? എന്റെ ബൈസ് പാക് ജിമിൻ. എന്ത് ക്യൂട്ടാണെന്നോ എന്റെ ബേബി. കുഞ്ഞു കയ്യ്, ക്യൂട്ട് ചിരി, ഹോട്ട്നെസ്. എന്റെ പൊന്നേ, ഓ മൈ ഗോഡ്, എനിക്ക് വയ്യ. ഇവക്കെന്താ വട്ടായോ? ഇവളിത് ഏതവന്റെ കാര്യം ഈ കിടന്ന് പറയുന്നത്? അതൊക്കെ പോട്ടെ. പിന്നെ ഏട്ടാ, കുക്കു വരില്ലെങ്കിൽ ട്രിപ്പ് ബോറാവും. അല്ല, ഈ ഹണിമൂണിന് ഭർത്താവും ഭാര്യയല്ലേ പോകുന്നത്? അനിയത്തിയുടെ കൂടെ അല്ലല്ലോ. അവള് വേണമെങ്കിൽ അവളുടെ ഭർത്താവിന്റെ കൂടെ പൊയ്ക്കോട്ടെ. അതിന് താനെന്തിനാ ട്രിപ്പ് എന്നൊക്കെ പറയുന്നത്? അതൊക്കെ വിട്. ആദ്യം നിങ്ങളെ കുക്കുവിനെ നിരഞ്ജനെ കൂടെ കൊണ്ടുവരാനുള്ള വഴി ആലോചിക്ക്. അച്ഛൻ വന്നു തോന്നുന്നു. അച്ഛാ, കുക്കുവിനെ കൊണ്ടാക്കിയോ? ആടാ. കുക്കു നിരഞ്ജനെ വിളിച്ച് പറഞ്ഞായിരുന്നോ ആവോ വൈകിട്ട് നേരത്തെ വരണമെന്ന്? പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവര് രണ്ടാളും നന്നായിട്ട് അഭിനയിച്ചു കൂട്ടുക ഓരോന്നൊക്കെ, നമുക്ക് എല്ലാവർക്കും വേണ്ടി. അച്ഛൻ പറഞ്ഞത് ശരിയാ. നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവർ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. എന്ത് വന്നാലും ശരി, ഈ ആഴ്ച തന്നെ നിങ്ങൾ സൗത്ത് കൊറിയക്ക് പോകണം. ശല്യമൊന്നുമില്ലാതെ അവര് രണ്ടും ഒറ്റയ്ക്കൊറ്റയ്ക്കാവുമ്പോൾ കുറച്ചൊക്കെ പരസ്പരം അടുക്കാൻ ചാൻസ് ഉണ്ട്. അച്ഛൻ പറഞ്ഞത് ശരിയാ. ഞങ്ങളും ആ കാര്യം തന്നെയാ സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ, നോക്കാച്ചാ, എന്തേലും വഴി കാണാതിരിക്കില്ല. ഗുഡ് മോർണിംഗ് ഡോക്ടർ ഉണ്ണി മഹാരാജൻ. ആഹാ, ഇതാര്? വെള്ളപ്പാറ്റ്. സൂരജേട്ടാ, മേടിക്കൂ എന്റെ കയ്യിൽ നിന്ന്. അപ്പോ നീ എന്നെ ഉണ്ണീന്ന് വിളിക്കുന്നതോ? ആ, അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടല്ലോ. അപ്പോ എനിക്കുണ്ട്. അല്ല, ഇതെന്താ നെറ്റിയില് സിന്ദൂരം, കഴുത്തില് താലി? എടി പൊട്ടിക്കളി, നീ പോയി തല വെച്ചോ? ആ, ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി. ആഹാ, ബെസ്റ്റ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ആരാ എന്റെ അളിയൻ? വേറെ ആര്? യുവർ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഡോക്ടർ നിരഞ്ജൻ. നിച്ചുവോ? കിച്ചേട്ടൻ തന്നെ. വാട്ട്? ഐ കാണ്ട് ബിലീവ് ദിസ്. ആഹാ, ബെസ്റ്റ്. ആരോടാ ഈ പറഞ്ഞത്? അല്ല, മോനെന്താ കല്യാണത്തിന് വരാതിരുന്നത്?
എടി ഉണ്ടക്കണ്ണി, നീയല്ലേ എന്നോട് പറഞ്ഞത് ആ പരിസരത്തേക്ക് വരരുതെന്ന്? വന്നാ എന്റെ കാല് തല്ലി ഒടിക്കുമെന്ന്. ഞാൻ പറഞ്ഞ ഉടനെ നിങ്ങളത് കേക്കോ? നീ പറയുന്നതൊക്കെ കേട്ടില്ലെങ്കിൽ എനിക്ക് പിന്നെ നിന്നെ ഇങ്ങനെ കാണാൻ പറ്റില്ല എന്നല്ലേ നീ പറഞ്ഞത്? അല്ല, ഇപ്പൊ എന്തിനാ നീ വന്നത്? അത് പറ. പെയിൻ കൂടിയോ? 2 ദിവസമായിട്ട് കല്യാണത്തിന്റെ ഓട്ടോ ഒക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ജലദോഷം തുടങ്ങി. ചെറിയ രീതിയിൽ സ്വെല്ലിങ്ങും ഉണ്ട്. എത്ര തവണ ഞാൻ പറഞ്ഞു മോളെ, നമുക്ക് വീട്ടുകാരോട് എല്ലാരോടും ഇത് പറയാന്ന്. ഓപ്പറേഷൻ അല്ലാണ്ട് നിന്റെ ഈ വേദന മാറാൻ വേറെ വഴിയില്ല. എനിക്കറിയാട്ടാ, പക്ഷെ ഇതെനിക്ക് പറയാൻ പറ്റില്ല അവരോട്. അല്ലേ തന്നെ വലിയൊരു ഭൂകമ്പം കഴിഞ്ഞിട്ടിരിക്കുക എല്ലാരും. അതിന്റെ ഇടയിൽ ഇതും കൂടി വേണ്ട. മോളെ, ഈ കണക്കിന് കൂടിപ്പോയാൽ 6 അല്ലെങ്കിൽ 8 മാസം അത്രയും കൂടിയേ. അത്രയെങ്കിലും ഉണ്ടല്ലോ, അത് മതി. അതുവരെ എനിക്ക് എന്റെ മഴപ്പാറ്റയുടെ അടികൂടി നടക്കല്ലോ. കുക്കു, ഇതിങ്ങനെ വിടാൻ പറ്റില്ല. ഞാനിത് വീട്ടിൽ വിളിച്ച് പറയാൻ പോവാ. ഇത് നമ്മൾ രണ്ടാളും അല്ലാതെ വേറെ ആരെങ്കിലും അറിഞ്ഞ പിന്നെ 6 മാസത്തിനും 8 മാസത്തിനും ഞാൻ കാത്തു നിൽക്കില്ല സൂരജേട്ടാ. കുക്കു, എന്തിനാ നീ ഇങ്ങനെ? അറിയണ്ടേട്ടാ, ആരും ഇത് അറിയണ്ട. ഞാനായിട്ട് വരുത്തി വെച്ചതല്ലോ. ഞാൻ പോലും അറിയാത്തൊരു കഥ എൻ്റെ അടുത്ത് നിന്ന് എല്ലാരും മറച്ചു പിടിച്ച വഴി ഉണ്ടായതല്ലേ. അതങ്ങനെ പോട്ടെ. ഇപ്പോ എനിക്കൊരു പെയിൻ കില്ലർ ഇതാ. കുക്കു, കല്യാണം കഴിഞ്ഞതുകൊണ്ട് പറയാൻ പാടില്ലെങ്കിലും ഞാൻ പറയാം. പ്രഗ്നന്റ് ആവാതെ നോക്കണം. കാരണം 2 ജീവനെ ഉൾക്കൊള്ളാനുള്ള ശേഷി ഇപ്പൊ നിന്റെ ശരീരത്തിനില്ല. അങ്ങനെ സംഭവിച്ചു പോയാൽ ചിലപ്പോൾ നമുക്ക് 2 പേരെയും. വേറെ എന്ത് സംഭവിച്ചാലും അതുണ്ടാവില്ല സൂരജേട്ടാ. നിങ്ങൾ മരുന്നതാ എനിക്ക് പോണം. ഓക്കെ, വാ. സീമാമ്മേ. എന്താ മോളെ? ചേച്ചി എവിടെ? നിരൂപിന്റെ കൂടെ പുറത്ത് നിൽപ്പുണ്ടായിരുന്നല്ലോ. ആണോ? ഞാൻ കണ്ടില്ല. നരഞ്ജൻ വിളിച്ചോ മോളെ? അവൻ വൈകുന്നേരം വരുമോ? അറിയില്ലമ്മേ, അച്ഛൻ വിളിച്ച് പറഞ്ഞായിരുന്നു. വരുമായിരിക്കും. അങ്ങേരുടെ നമ്പർ പോലും കയ്യിലില്ല, പിന്നല്ലേ വിളിച്ച് പറയുന്നത്. മോൾ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഏയ് ഇല്ല. മോളെ. എന്താ അമ്മേ? അമ്മയ്ക്കറിയാം മോളെ, മോൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുമെന്ന്. നരഞ്ജൻ ഇന്നലെ കാട്ടിക്കൂട്ടിയതൊക്കെ മോളെ ഒരുപാട് വിഷമിപ്പിച്ചു എന്നറിയാം. അവൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു മോളെ. നിന്നെ അവന് ഒരുപാട് ഇഷ്ടമായിരുന്നു. ആയിരുന്നു എന്നല്ല, ഇപ്പോഴും എവിടെയൊക്കെയോ അവൻ്റെ ഉള്ളിൽ നീ ഉണ്ടെന്ന് ഞങ്ങൾക്ക് പലർക്കും തോന്നിയിട്ടുണ്ട്. പക്ഷേ അവനിപ്പോൾ ഒരുപാട് മാറിപ്പോയി. ആ കുട്ടി പോയി. അമ്മ എന്താ പറയാൻ വന്നത്? ഏയ് അതൊന്നുമില്ല മോളെ. അമ്മ, നിരഞ്ജനേട്ടന്റെ മുറിയിൽ ഒരു ഫോട്ടോ അല്ലേ, ഒരു ചേച്ചിയുടെ. എന്തായിരുന്നു ആ ചേച്ചിയുടെ പേര്? ആ, മാധുരി ചേച്ചി. ചേച്ചിക്ക് എന്താ പറ്റിയത്? നിരഞ്ജനേട്ടന്റെ ആരാ ചേച്ചി? ഈശ്വര, ഞാനിപ്പോൾ എന്താ പറയാ? അതവൻ്റെ ഫ്രണ്ടാ മോളെ. ഒരു പാവം കുട്ടിയായിരുന്നു. ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. മോള് ചെന്ന് എല്ലാവരും ചായ കുടിക്കാൻ വിളിക്ക്. ഇവിടെ എല്ലാവരും എന്തോ ഒന്ന് മറച്ചു പിടിക്കുന്നുണ്ട്. നിരഞ്ജനേട്ടന്റെ ആരാണ് മാധുരി ചേച്ചിന്ന് എനിക്ക് ചെറിയ ഊഹമുണ്ട്. ശരിക്കും ചേച്ചിക്ക് എന്താ പറ്റി? ചേച്ചി ശരിക്കും മരിച്ചുപോയോ, അതോ എവിടെയെങ്കിലും മറഞ്ഞിരിക്കുകയാണോ? ഞാൻ അറിയാതെ എന്തോ ഒന്ന് നിരഞ്ജനേട്ടന്റെ ലൈഫിലുണ്ട്. അത് കണ്ടുപിടിക്കണം. ഞാൻ ഇവിടുന്ന് പടിയിറങ്ങാൻ മുമ്പ്, ഈ ലോകത്ത് നിന്ന് പോകുന്നതിന് മുമ്പ് മാധുരി ചേച്ചി ആരാണെന്ന് കണ്ടുപിടിക്കണം. ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് എനിക്ക് അറിയണം. അതിനാദ്യം എനിക്ക് ആ ഡയറി കൈ കിട്ടണം. നിരഞ്ജനേട്ടൻ്റെ മുറിയിൽ വെച്ച് ഞാൻ അറിയാതെ തൊട്ടുപോയ ആ ഡയറി, അതിലെന്തേലും കാണാതിരിക്കില്ല. സമയം 6 മണി ആവാറായല്ലോ. വൈകിട്ട് വിരുന്നുള്ളതല്ലേ, പോയേക്കാം. ഇനിയിപ്പം നിമ്മയാൻറ്റിക്കും ജയനങ്ങളിലും ഇതിന്റെ പേരിലൊരു സങ്കടം വരണ്ട. പക്ഷെ വീട്ടിൽ ചെന്നിട്ട് ആ മാക്രി കുഞ്ഞിന്റെ മോന്ത കാണല്ലോ എന്ന് ഓർക്കുമ്പോഴാ. ഡോക്ടർ ഒരാളെ കാണാൻ വന്നിട്ടുണ്ട്. പേഷ്യന്റ് ആണോ? അല്ല, ഡോക്ടറിന്റെ റിലേറ്റീവ് ആണെന്നാ പറഞ്ഞത്. ആ, കയറ്റിവിട്. ആരായി നേരത്ത്? മീനാക്ഷി, നീ എന്താ ഇവിടെ? ഇവിടെ അല്ലാതെ വേറെ എവിടെയെങ്കിലും എനിക്ക് നിരഞ്ജനേട്ടനോട് പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുമോ? എന്ത് സംസാരിക്കാൻ? വേറെ എന്ത്, നമ്മുടെ കാര്യം തന്നെ. നമ്മുടെ കാര്യോ? ആ ഏട്ടാ, കുക്കുവിനെ ഏട്ടൻ വിവാഹം കഴിച്ചത് ഒട്ടും ഇഷ്ടമല്ലാതാണെന്ന് എനിക്കറിയാം. നിങ്ങൾ രണ്ടാളും വെറുതെ അഭിനയിക്കുകയാണെന്നും എനിക്കറിയാം. ഓഹോ, എന്നിട്ടെങ്ങനെയാ ഞങ്ങൾക്ക് ഓസ്കാർ കിട്ടുമോ? ഏട്ടന് കിട്ടില്ല, പക്ഷെ അവക്ക് കിട്ടും. ആണുങ്ങളെ വലപേശി പിടിക്കാൻ അവക്ക് പണ്ടേ നല്ല മിടുക്ക. അതെന്താ, അവൾക്ക് മുമ്പ് ഹാർബറിലായിരുന്നോ ജോലി? ഏട്ടനെല്ലാം തമാശ, പക്ഷെ ഇത് ഏട്ടന്റെ ലൈഫിനെ ബാധിക്കുന്ന കാര്യം അറിയതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്ത് കാര്യം? ഏട്ടൻ അറിയോ, ഈ കുക്കു ആളത്ര ശരിയല്ല. അവക്ക് കോളേജിലുള്ള പല ആൺകുട്ടികളായിട്ട് കണക്ഷൻ ഉണ്ട്. പലപ്പോഴും അവള് ഓരോരോ സ്ഥലത്തൊക്കെ കറങ്ങി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അവൾ ആളത്ര വെടിപ്പല്ല. അവക്ക് ആരോടോ പ്രേമം ഉണ്ടായിരുന്നു എന്ന് കൂട്ടുകാരികൾക്കിടയിൽ ഒരു ടോക്ക് ഉണ്ട്. അതിപ്പോഴും ഉണ്ടെന്നൊക്കെയാ പറയുന്നത്. ഞാൻ പറഞ്ഞേ ഉള്ളൂ, ഏട്ടനൊന്ന് സൂക്ഷിച്ചോ. ആഹാ, ഇത്രേ ഉള്ളോ? ഞാനൊക്കെ ബാംഗ്ലൂരിലും ഡൽഹിയിലും ഒക്കെ കിടന്ന് വിലസി വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എന്ത്?
പിന്നെ പ്രേമം അതില്ലാത്ത ആരോ ഉള്ളത്? ഈ പറയുന്ന നിനക്ക് പോലും കാണും 3-4 ബോയ് ഫ്രണ്ട്സ്. പിന്നെ നീ ഇപ്പൊ പറഞ്ഞതൊക്കെ നട്ടാക്കുരുക്കാതെ നുണകളാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ എനിക്കുണ്ട്. ഞാൻ നിന്നോട് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഞാൻ താലി കെട്ടിയ പെണ്ണിനെ പറ്റി അനാവശ്യം പറഞ്ഞാൽ നിന്റെ പല്ലടിച്ച് ഞാൻ താഴെ ഇടുന്നു. നീ മിക്കവാറും എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടേ പോകും മീനാക്ഷി. പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് എന്ത് കുറവുണ്ടായാലും അത് ഞാൻ സഹിച്ചോളാം. വേറെ ആരും അതോർത്ത് ടെൻഷൻ ആവണ്ട. മിസ് മീനാക്ഷിക്ക് ഇനി വല്ലതും പറയാനുണ്ടോ? ഇല്ല. Then get out. അവൾ ആരാന്ന് അവര് വിചാരം? അവൾ എന്റെ ഭാര്യയെ കുറ്റം പറഞ്ഞാൽ വന്നിരിക്കുന്നു. That bloody bitch. എന്റെ നിരഞ്ജൻ ഡോക്ടറെ, ഇതെന്താ ഇപ്പൊ നാം കണ്ടേ? ഈശ്വര, ശിവന്റെ മനസ്സിലാക്കി തുടങ്ങിയോ? അതോ മരുഭൂമിയിൽ മഴ പെയ്തോ? ഇവിടെ എന്തോ ചീഞ്ഞ് നാറുന്നുണ്ടല്ലോ. ആ നോക്കട്ടെ ഈ കളി എവിടെ വരെ പോകുമെന്ന്. ഓ, എന്തൊരു മഴയായത്. കുക്കു നരഞ്ജൻ വന്നില്ലല്ലോ ഇതുവരെ. ഓ, അങ്ങനെ എപ്പോഴെങ്കിലും വരട്ടെ, നമുക്ക് പോകാം ചേച്ചി. അത് പറ്റില്ല മോളെ. കല്യാണം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും ഒന്നിച്ച് വേണം വീട്ടിലേക്ക് ചെല്ലാൻ. ഓ, ഏത് മരത്തലേനാണോ ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത്? എങ്കിൽ പിന്നെ ചേച്ചി ഏട്ടന് പോയിക്കോ. അങ്ങേര് വന്നിട്ട് അങ്ങേരെയും കൂട്ടി ഞാൻ അങ്ങോട്ട് വന്നോളാം. ആ എങ്കിൽ ശരി, നമുക്ക് പോകാം. ശ്രുതി, താൻ വാ. ആ ശരി ഏട്ടാ. ഓ, ഇങ്ങനെ ആരുടെ വായു ഗുളിക മേടിക്കാൻ പോയതാണോ എന്തോ. അമ്മ കള്ളപ്പം കോഴിക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് കാണും. അത് ചൂടാറും മുമ്പ് ഒന്ന് തിന്ന് തീർക്കാൻ പറ്റുമോ എന്തോ. ഇങ്ങേരൊന്ന് വന്നാ മതിയായിരുന്നു. ഓഹ്, വന്നു കാലന്റെ പേടകം. നീ എന്താടാ വൈകിയത്? കുക്കുമോൾ എത്ര നേരമായിട്ട് നോക്കിയിരിക്കുവാന്നറിയോ? ആ, ട്രാഫിക് ഉണ്ടായിരുന്നു വഴിയിൽ. അല്ല, ഏട്ടനോ ഏട്ടത്തി എവിടെ? അവരങ്ങോട്ട് പോയി. നീ ചെല്ല്, പോയി കുളിച്ച് റെഡിയായിട്ട് മോളെയും കൂട്ടി അങ്ങോട്ട് പോകാൻ നോക്ക്. അപ്പൊ അവള് പോയില്ലേ? ആഹാ, ഇത് കൊള്ളാം. അവളുടെ ഭർത്താവ് ഇല്ലാണ്ട് അവക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ? നീ ചെല്ലങ്ങോട്ട്. ഓ, അപ്പൊ തമ്പുരാട്ടി മുറി കാണും. ഇത് കടിക്കോ ആവോ? ഡോ ഡോ പൊട്ട. പൊട്ട നിന്റെ അച്ഛൻ. അച്ഛനെ വിളിക്കുന്നോടാ കാട്ടുമാക്കാനെ. തന്നെ ഇന്ന് ഞാൻ. ദേ, വഴക്കിടാൻ എനിക്ക് തീരെ സമയമില്ല. നിന്റെ വീട്ടിൽ പോണോ വേണ്ടേ? എന്റെ കള്ളപ്പം കോഴിക്കറി അല്പം അയഞ്ഞു കൊടുത്തേക്കാം. ആ പോണം. എനിക്ക് മിണ്ടാതെ അവിടെ ഇരിക്കും, ഞാൻ കുളിച്ചിട്ട് വരാം. ആ വേഗം ആവട്ടെ, നാറിട്ട് പാടില്ല. ഓഹോ, എങ്കിൽ ആ നാറ്റം നീ ഇന്ന് ശരിക്കും അറിഞ്ഞോ? വിടടാ. You forward. അപ്പൊ ഇതാണല്ലേ എന്റെ മനസ്സിലിരിപ്പ്. ഇത് നടക്കാൻ പോകുന്നില്ല. എന്തോന്ന്? If you touch me, I will kill you. അയ്യടാ, ടച്ചാൻ പറ്റിയ ഒരു മുതല് കണ്ടുകൊടുത്താലും മതി. ആമവാദം പിടിച്ച പോലത്തെ ഒരു മോന്തയും കൊരങ്ങനെ പോലത്തെ 2 ഉണ്ട കണ്ണും ചപ്പി ചുളുങ്ങിയ മൂക്കും മോലിന്റെ പോലത്തെ പല്ലും കണ്ടിട്ട് തന്നെ ഒക്കാന വരുന്നു. അയ്യടാ, ഈ പറയുന്ന ആള് പിന്നെ ഋത്തിക് റോഷൻ അല്ലേ? താടിയില്ല, മീശയില്ല, 6 പാക്കും ഇല്ല, വണ്ണവും ഇല്ല. ആകെ ഉള്ളത് തലയ്ക്ക് മുകളിൽ കുറച്ച് മുടി. അതാണെങ്കിൽ എപ്പോ നരയ്ക്കുമെന്നൊക്കെ ആർക്കറിയാം. അതൊക്കെ എന്റെ വിയേട്ട്. എന്നാ ഒരു ലുക്ക്, എന്നാ ഒരു നടപ്പ്, എന്നാ ഒരു ബോഡി. ഇവിടെ ഒരെണ്ണമുണ്ട്, മാക്കാച്ചിയല്ല തവളയല്ലാത്തൊരു സാധനം. ഡി, നിന്നെ ഞാൻ എന്നെ വിടടോ. എടോ കാലം എന്നെ വിട. പറയടി, ഞാൻ അത്രയ്ക്ക് മോശമാണോ? ആണോന്ന്? അത് അത് അതിന് ഇയാൾ എന്തിനാ ഇങ്ങനെ എന്റെ അടുത്തേക്ക് വരുന്നത്? പറയടി, ഞാനാണോ അതോ അവനാണോ ഗ്ലാമർ? അത് നീ എന്താ എന്നെ പറഞ്ഞത്? ഞാൻ പോവട്ടാണോ? ശരിക്കുള്ള പോവട്ട് എന്താ നിനക്കറിയോ? താൻ എന്നെ വീണ്ടും you rascal. കുക്കു, ഞാൻ എന്താ ഈ കാണിച്ച്? എനിക്കെന്ത് മാങ്ങാത്തൊലിയാ കുക്കു എൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കുമ്പോ ഈ പറ്റുന്നത്. ഐ കാന്റ് റെസിസ്റ്റ് മൈസെൽഫ്. ഓ, ഇവൻ വീണ്ടും തുടങ്ങി മറ്റേ ഡയലോഗ്. ഞാൻ എന്താ ഈ കുട്ടിയോട്? അല്ല, ഇവൻ ഇത് തന്നെയാണോ ജോലി? ഈ മാസം ഇത് 4ാമത്തെ ഉമ്മയാ. മോനെ നിരഞ്ജ, എത്രയൊക്കെ പൂട്ടിക്കെട്ടി വെച്ചാലും നീ വേണ്ടാന്ന് വെച്ചാലും എനിക്ക് മുന്നേ നീ അറിഞ്ഞ പെണ്ണ്, നീ അറിയാൻ ആഗ്രഹിച്ച പെണ്ണ് അതവളാ. അത്ര വേഗമൊന്നും നിനക്ക് മനസ്സ് നിന്ന് അവളെ ഇറക്കി വിടാൻ പറ്റില്ലടാ. തൽക്കാലം മോൻ ചെന്ന് ഫ്രഷ് ആവാൻ നോക്ക്. നിനക്കുള്ള പണി ഇപ്പൊ ഏട്ടനും ഏട്ടത്തെയും കൂടെ ഉണ്ടാക്കി വെച്ചതാണ്. മോളെ, നിങ്ങൾ ഇറങ്ങാറായില്ലേ? ഇതെന്താ മോളെ മുഖമല്ലാതിരിക്കുന്നത്? അവൻ എന്തെങ്കിലും പറഞ്ഞോ? ഏയ് ഇല്ല അച്ഛാ, ഞാൻ എന്റെ കണ്ണില് കരട് പോയതാ. ഡാ നരഞ്ജ. വരുന്നു വെച്ചാ. നരഞ്ജ, ഞാൻ രാവിലെ പറഞ്ഞ ഹണിമൂൺ ട്രിപ്പിന്റെ കാര്യം ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങളൊരു തീരുമാനം പറയട്ടോ.
അച്ഛനോട് ഞാൻ രാവിലെ പറഞ്ഞതല്ലേ ഞാൻ പോകുന്നില്ല എന്ന്. ഡാ മതി, നമുക്ക് പിന്നെ സംസാരിക്കാം. നീ ഇപ്പോ മോളെ കൊണ്ടുപോ. കുക്കു വാ. ആഹാ, എത്തിയോ രണ്ടാളും? അച്ഛാ. എന്താ മോനെ വൈകിയേ? ഹോസ്പിറ്റലിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു, എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പം കുറച്ച് വൈകി. ആണോ? വാ കേറിയിരിക്ക്. അമ്മേ, വേറെ രണ്ടുപേരെ ഞങ്ങള് ഇങ്ങോട്ട് നേരത്തെ പറഞ്ഞു വിട്ടായിരുന്നല്ലോ, അവരെവിടെ? ആ, നിരൂപമാൻ ആരോടോ ഫോണിൽ സംസാരിക്കുമായിരുന്നു. പിന്നെ സ്മൃതിയെ വീഡിയോ കോള് ചെയ്യുന്നു. ആരെ? ഹരിയെ? അയ്യോ, ഹരിയേട്ടനോ? എന്നാ ഞാൻ പോയി സംസാരിക്കട്ടെ. ഹരിയോ? അത് ഹരി. അയ്യോ, ഇനി മറ്റേ ഹരികൃഷ്ണനാണോ കുക്കുവിന്റെ മറച്ചെറുക്കൻ? മോനെന്താ ഹരി ആരാന്ന് ആലോചിക്കുകയാണോ? നിങ്ങളുടെ പഴയ കൂട്ടുകാരനല്ലേ, നിങ്ങള് ഒന്നിച്ചല്ലേ കളിച്ചതും വളർന്നതും ഒക്കെ. മോന് മനസ്സിലായില്ലേ? നിമ്മിയുടെ ചേട്ടന്റെ മോൻ. ഓ ആ, മനസ്സിലായി. ഓ, ഇതവൻ തന്നെ. എന്ത് പറയാനാ, ഇത്ര വേഗം കുക്കുവിന്റെ വിവാഹം നോക്കിയില്ലായിരുന്നെങ്കിൽ അവനെ ഞാൻ പിടിച്ചു കൊടുത്തേനെ. കുക്കുവിനെ വലിയ ഇഷ്ടമായിരുന്നില്ല അവളെ. ഓ, എങ്കിൽ പിന്നെ പിടിച്ചു കൊടുക്കാൻ മേലായിരുന്നു, എനിക്ക് സഹിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. മോൻ വാ ഇരിക്ക്, അമ്മ കുടിക്കാൻ ചായ എടുക്കാം. അയ്യോ വേണ്ട, ചായ വേണ്ട, വെള്ളം മതി. ഇന്ന് പല്ലിയിട്ട് തന്നവളാ അവള്. ഇനി ചായ എടുക്കുന്നത് കണ്ടാ വല്ല വിമ്മും വിലക്ക് തരും. ഡാ, നീ എപ്പോ വന്നു? ആ ഏട്ടാ, ഞാനിപ്പോ വന്നതേ ഉള്ളൂ. എന്നതെ മനു ആയിരുന്നു വിളിച്ചോണ്ടിരുന്നത്, നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലാന്ന്. ഓ, എനിക്കൊരു ഡെലിവറി ഉണ്ടായിരുന്നു ഏട്ടാ, അപ്പൊ ഞാൻ ഫോൺ സൈലന്റ് ആക്കിയായിരുന്നു. അല്ല, എന്തിനാ അവൻ വിളിച്ചേ? രാവിലെ വിളിച്ചതല്ലേ? ആ, അവൻ വിളിച്ചത് ഒരു ഗിഫ്റ്റ് തരാൻ വേണ്ടിയാ. ഗിഫ്റ്റോ? നമുക്കുള്ള വെഡിങ് പ്രസന്റ്. എന്ത്? BTSന്റെ കോൺസേർട്ട് ടിക്കറ്റ്. അതെങ്ങനെ അവന് കിട്ടി? അത് അത്യാവശ്യം എക്സ്പെൻസീവ് അല്ലേ? ഈ സൗത്ത് കൊറിയ ഹണിമൂണിന്റെ മാസ്റ്റർ ബ്രെയിൻ അവനാ. അവന്റെ വക കോൺസേർട്ട് ടിക്കറ്റ് മൊത്തം 6 ടിക്കറ്റ് ഉണ്ട്. ഞാൻ വിചാരിച്ചിരുന്നത് അച്ഛനും അമ്മേനെയും കൂടെ കൊണ്ടുപോകുന്ന, പക്ഷേ കോൺസേർട്ടിന് അന്ന് അച്ഛനൊരു ജപ്പാൻ കമ്പനിയായിട്ട് മീറ്റിംഗ് ഉള്ളത്. അത് മാറ്റിവെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജയനച്ഛനെയും നിമ്മിയമ്മയും കൂടെ കൊണ്ടുപോയാലോ എന്ന് ഓർക്കുക. ആ, അത് കൊള്ളാം. അവരവിടെ ഒന്നും പോയിട്ടുണ്ടാവില്ലല്ലോ. അപ്പോഴും ഒരു ടിക്കറ്റ് മിച്ചം വരുമല്ലോ. ആരുടെ? എന്റെ. അപ്പോ നീ വരുന്നില്ലേ? ഞാൻ എങ്ങും വരുന്നില്ല, അതും അവളുടെ കൂടെ. നിരുപേട്ട, ഏട്ടാ. എന്താ സ്മൃതി? അതെ, നമ്മുടെ ഹണിമൂൺ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റുമോ? അതെന്തിനാ? ഹരിയേട്ട വരുന്നുണ്ട്. നിരുപേട്ടനാണോടെ ഞങ്ങളുടെ അമ്മാവിന്റെ മോൻ. ഇനിയിപ്പം കുറച്ച് സൈഡ് കാണും. അപ്പോ നമ്മൾ കുറയ്ക്ക് പോയാൽ പിന്നെ കാണാൻ പറ്റില്ലല്ലോ, അതാ. ഓ, അവനെ കെട്ടിയെടുക്കുന്നുണ്ടോ ഇങ്ങോട്ട്? ചേച്ചി ഏട്ടന് ഹണിമൂണിന് പോയിക്കോ. നിങ്ങൾ പോയാൽ ഞാൻ ഇവിടെ ബോറടിച്ചിരിക്കുന്നോർത്ത് സങ്കടപ്പെട്ടിരുന്നപ്പോഴാ ദേ ഹരിയേട്ട വരുന്നത് അറിഞ്ഞത്. എന്തായാലും എനിക്ക് കൂട്ടായി. അതിന് ആരും ഒരു നമ്മള് പോകുന്നില്ല. നമ്മള് പോകുന്നുണ്ട്. പോരാത്തതിന് BTS കോൺസേർട്ട് ടിക്കറ്റ് ഉണ്ട്. ഞാൻ എന്തായാലും പോകും. താൻ എവിടെ വേണേലും പോ, ഞാനങ്ങ് വരുന്നില്ല. നിന്നെ വരുത്തിക്കാൻ എനിക്കറിയാം. ഓഹോ, എന്നാണെന്ന് താൻ അറിയിച്ചേ, ഞാനൊന്ന് കാണട്ടെ. ഓ, ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടും? ഹലോ. നിരൂപേ, നാളെ എന്നെ ഒന്ന് വന്ന് കാണണം. അത്യാവശ്യമായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ സ്മൃതി മോളെയും കൂട്ടി വേണം വരാൻ. തിരുമേനി, ഞങ്ങള് വരാം. നിരൂപേട്ട, അതൊരു മുന്നറിയിപ്പാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളൊരു മുന്നറിയിപ്പ്. ആഹാ, അനിയൻകുട്ട, നീ ടാറ്റു അടിച്ചിട്ടുണ്ടോ? ബാംഗ്ലൂര് പഠിച്ചോണ്ടിരുന്നപ്പം അടിച്ചതാ. ഈ ടാറ്റു ബാംഗ്ലൂര്, ഞാനിത് എവിടെയോ? അതൊരു തെളിവാണ് വാവേ, നിനക്ക് എന്നിലേക്ക് എത്താനുള്ള ആദ്യത്തെ തെളിവ്.